പലപ്പോഴും ജീവിതശൈലി രോഗങ്ങളായിട്ട് വരുന്ന രോഗികളോട് ഡോക്ടർമാർ മരുന്നുകൾ കൊടുത്തതിന് ശേഷം പറയും ജീവിതശൈലി ഒന്ന് ശരിയാക്കണം, നിങ്ങളുടെ വ്യായാമങ്ങളൊക്കെ ഒന്ന് കൂട്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണശീലങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം. എല്ലാവരും ആദ്യം ചെയ്യുന്നത് നേരെ ജിമ്മിൽ പോവുക എന്നുള്ളതാണ്. ജിം ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നല്ലതാണ്. നടക്കുന്നു, ഓടുന്നു, വെയ്റ്റ് ട്രെയിനിങ്, അവർ പറയുന്ന എല്ലാ എക്സസൈസ് പ്രോഗ്രാംസും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അതൊരു പേഴ്സണലൈസ്ഡ് ആണോ എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതായത് എനിക്ക് ഇത്തരത്തിലുള്ള വർക്കൗട്ടുകൾ ചെയ്യാൻ സാധ്യമാണോ? ഉദാഹരണത്തിന് ഞങ്ങളുടെ അടുത്ത് വന്ന ഒരു ക്ലയൻറ്റ് ഏകദേശം ഒരു 110 കിലോളം വെയിറ്റുള്ള ഒരു ലേഡിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് നാൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തൊരു ലേഡിയാണ്. അവരെന്നോട് പറഞ്ഞ കാര്യം, ഞാൻ ജമ്പിങ് ജാക്കൊക്കെ ചെയ്തു, പക്ഷേ എൻ്റെ കാലിൻ്റെ മുട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി, മുട്ട് വേദന ആരംഭിച്ചു, ബാക്ക് പെയിൻ ആരംഭിച്ചു. ഇതിൻ്റെ കാരണം ഞാൻ ഏകദേശം ഒരു 30-40 കിലോ ഓവർ വെയ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു 5 മടങ്ങ് ലോഡാണ് എൻ്റെ ഹിപ്പിലേക്കും ബാക്കിലേക്കും നീയിലേക്കും വരുന്നത്. അതായത് ഒരു 150 കിലോ അഡീഷണൽ ലോഡായിരിക്കും നമ്മുടെ ജോയിൻസിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ഈ പറഞ്ഞ വ്യായാമം ചെയ്യാൻ സാധ്യമാണോ? അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ രീതിയിലുള്ള വ്യായാമങ്ങളിലൂടെ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ കൂടെ നമ്മുടെ ഭക്ഷണശീലങ്ങളും ശരിയാക്കാൻ നമുക്ക് സാധിക്കണം.